ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்னைக்கு நம்ம பார்த்தீங்கன்னா இந்த போலும் போடல நாங்களே ஒரு படம் சூஸ் பண்ணுவோம். இதுவும் நிறைய தடவை வந்திருக்கு கமெண்ட்ல. ஸோ இன்னைக்கு நம்ம பார்க்க போகிற படம் என்னென்னு பார்த்தீங்கன்னா நம்மளோட ஃபேவரட் ஃபஹத் ஃபாசில் அவரோட படம் தான். எஸ், படம் பேர் ஆதிரன். ஸோ இந்த படத்தை டைரக்ட் பண்ணா விவேக். ஸ்டோரி பையும் அவரே தான். ஸோ இந்த படத்தில் கேஸ்டிங் பார்த்தீங்கன்னா நீ தான் சொல்லணும். பகவத் ஃபாசில், சாய் பல்லவி, அதுல் குல்கர்னி. இவரு கூட ரொம்ப நாள் ஆச்சுல இந்த படத்துல பார்த்து. ரெஞ்சி பேனிகர். ஓகே, வெயிட்டான பர்ஃபார்மன்ஸ் இருக்காங்க. ஸோ இந்த படத்தில் ஹாண்ட்ரி இது பார்த்தீங்கன்னா த்ரில்லர். ஸோ ஓகே கைஸ், ஸோ நம்ம வந்து ஆதிரன் மூவி ரியாக்ஷன். எனக்கு தெரிஞ்சு தீத்துவும் ஒருத்தரும் அந்த சன்னி வைனா ஒரு ட்ரிப்பு போகிறதுக்கு ஒரு படம் ஒன்று போயிருந்தோம். அந்த வீடு அந்த இதில் அந்த வீடு நீங்கள் டிக்கு வருது. என்னடா സാറ് ആ ഭ്രാന്താശുപത്രിയിലേക്ക് വന്നാന്നോ? സാറിന് അവിടെ എന്നാ ഏർപ്പാട്? ഇനിയിപ്പോ വല്ല ചികിത്സയ്ക്ക് പറ്റോ വന്നോ? ആന്നോ സാറേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, കണ്ടിട്ട് അങ്ങനെ ഏനക്കേടുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഡാക്ടറാണോ എന്ന് ചോദിക്കാത്ത വെച്ചാ അവിടെ അങ്ങനത്തെ ഒരു പതിവ്. എന്നാണെങ്കിലും സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. അത് അത്ര നല്ല ഇടവൊന്നും അല്ല. അതൊരു ചെകുത്താങ്കോട്ടെ. പഴയ പാട്ട വണ്ടി കാട്ടമരാണ്ടി. നിനക്ക് സമയത്തിന്റെ വില വല്ല അറിയാമോ? മനുഷ്യൻ നിന്ന് കാലം ഞരമ്പറങ്ങി വേരായി. ഒരാഴ്ചത്തെ പേപ്പർ ഉണ്ടോ? 5 ദിവസത്തെ പതിവ്. ആ 5 ദിവസമെങ്കിൽ 5 ദിവസം ആർക്ക് വായിക്കാം. എന്നാ വലിച്ചോണ്ട് പോ. സാറേ സാറേ ആടെ സ്ഥലം ഇവിടെ അറിയിക്കോ സാറേ. ആടെ ആ കയറി പോന്ന അവരാച്ചൻ അങ്ങോട്ടേക്ക് പുള്ളിയുടെ കൂടെ പോയാൽ മതി. ഞാനേ ഈ വഴിക്ക്. മാഫിയ മതി. ഇനി എന്റെ ഗതി എന്താവോ എന്തോ. ഷട്ടർ ലൈൻ മതി കൊടുക്കുക. ചേട്ടാ, ഈ വഴിക്ക് വണ്ടികളൊന്നും പോകത്തില്ല. ഈ വഴിക്കോ? ഇതൊരു കാലം കയറാൻ മൂലയാ. ഇവിടെ ആര് വരാൻ? ഇവിടെ ആകെ കൂടെ ഉള്ളത് ഒരു പ്രാന്താശുപത്രിയാ. അവിടെ വണ്ടിയൊക്കെ ചെല്ലും, പക്ഷെ ഒടുക്കത്തെ ചുറ്റ. ഇതൊരു കുറുക്ക് വഴിയാ. പോണ വഴിക്ക് ഒരു പുഴയുണ്ട്. പുഴ കടന്നാൽ ഒരു മല, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മല. പേടിക്കണ്ട. ഈ കാണുന്നത് മൊത്തം ഏതോ പഴയ രാജാവിന്റെയാ. ഫ്രോഡ് ഡോക്ടർ മൊത്തം അടിച്ചു മാറ്റിയതാ. അത്രയ്ക്ക് മോശമാണ്? ആണോന്നോ? പരലോകത്തേക്ക് നറക്കടിച്ചങ്ങളല്ലേ അവിടെ ഉള്ളത്. അവറ്റകളെ നോക്കാൻ ഒരു ഗോവാക്കാരൻ ഡോക്ടറും അയാളെ സിൽബന്തി ഒരു അപാര പെണ്ണും പിള്ളയും. അവിടെ നിന്ന് പുറലോകം കാണുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അതും ആഴ്ചയിൽ ഒരിക്കൽ. അപ്പൊ ശമ്പളമൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ കാണുമല്ലോ. പിന്നെ ഭയങ്കര ശമ്പളമല്ലേ. നല്ല ഒന്നാം തരം ചവിട്ടും കുത്തും. അയ്യോ അയ്യോ. പിന്നെ ആ കാബറയ്ക്ക് ഡോക്ടറിന്റെ നല്ല ചെവിക്കല്ല് പൊട്ടണം, തെറിവിളിയും. അത് പിന്നെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഒരു പുല്ലും മനസ്സിലാവില്ല. ശില്പാവാതെ സൂക്ഷിക്കണേ.
സാറ് വഴിക്കോട്ടെ. അങ്ങോട്ട് തന്നെ. എങ്ങോട്ട്? ആശുപത്രിയിലോട്ടോ? മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് സർക്കാരിൽ നിന്ന് അന്വേഷിക്കാൻ പറ്റതാ. പേരെന്താന്നാ പറഞ്ഞേ? അന്തോണി. അപ്പൊ അവരാച്ച എന്തോ അവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല ചികിത്സാ രീതിയാണ് സാർ. അതുകൊണ്ടാണല്ലോ അവിടെ പേഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യുന്ന അടുത്തുള്ള തോട്ടം കുഴിക്കുമ്പോൾ അസ്ഥികൂടങ്ങൾ കിട്ടുന്നത്. എന്തായാലും അവിടെ കയറുന്നതിന് മുമ്പ് അവരാച്ചനെ കണ്ടത് നന്നായി. എനിക്ക് അവരാച്ചന്റെ സഹായം വേണ്ടി വരും. national award winner ആണ്. വികൃതി. இது அனார்கலியில் இல்லை நான் பார்க்குறேன். காட்டுக்கு நல்ல மென்டல் ஆஸ்பத்திரி கட்டி அந்த காலத்தில் இப்படி இருப்பான்னு போகுது. ಅದು ತೊಂದೋಲೆ ಡಾಕ್ಟರ್ ಝೇವಿಯರ್ ಒಂದು ವೆಲ್ಕಮ್ ಸ್ಕೂಲ್ ಆಫ್ ಗಿಫ್ಟೆಡ್ ಚೈಲ್ಡ್ ಸರ್. ಪಟ್ರೆ ಏನಂದ ನಾನಿರೆ ಚಟ್ರ ಆ್ಯಡ್ ಮಾಡಿದ್ರೆ ಇದೆ. அதிரன்ரா, ஆதிரன் இல்லை. மீனிங் போடும்போது கரெக்டாக தானே போட்டேன். அதிரன் விவேக் புள்ளியை கொஞ்சம் தள்ளி வைக்கிறாங்கள. മോളെ നിങ്ങൾ അടുത്തേക്ക് വരൂ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. അതെ, ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. നിന്നെ എന്തിനാ ഈ സെല്ല് പിടിച്ചിട്ടിരിക്കുന്നേ? അത് പൊണ്ണങ്ങ എറിഞ്ഞില്ല. നീ ആരെ കൊന്നേ? സായി പള്ളിന് தான் தெரியுது. സായി പള്ളിതാ. എത്ര ആൾക്കാരുടെ കണ്ണു വെട്ടിച്ചിട്ട് വേണമെന്നറിയോ ഇവിടം വരെ ഒന്ന് വരാൻ? ഇങ്ങ അടുത്ത് പോകട്ടെ, ഇതൊന്ന് തൊട്ട് തരട്ടെ. பாம்புக்கு பாயா போட்டோம் சொல்லி தாளிக்கிறது. ആരാ? ഡോക്ടർ എം കെ നായർ, മൂലയിടത്ത് കണ്ണൻ നായർ, സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. இவங்க ஒரு ஃபைட் இதில் வந்தாங்களா? அந்த கிளப் ஒரு படம் வந்துச்சு. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് സാറിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്? ഈ ഫീൽഡിൽ സാറിന് അറിയാത്തത് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനസ്സിലായില്ല. മാഡത്തിന് ഏത് വകുപ്പിലാണ് എന്നെ അറിയാന്ന്? ഞാൻ രേണുക, ഇവിടെയൊക്കെ നോക്കി നടത്തുന്ന. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഒരാള്. ഡോക്ടർ എവിടെ? വരൂ സാർ, ഓഫീസിലിരിക്കാം. സോറി സാർ, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് വരാം. പുതിയ ആളാണോ? പുറത്തുള്ളവർക്ക് ഇവിടെ എന്താ കാര്യം? ഇന്ന് തന്നെ പൊക്കോണം. ഇല്ലെങ്കിൽ കൊല്ലും, കൊന്നു കുഴിച്ചു മൂടും. തലയിൽ കുറിച്ച് വെച്ചോ 3 ദിവസം, അതിനപ്പുറം പോവില്ല. സൂര്യൻ പോലെ കറുത്തു, ചന്ദ്രൻ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. സോറി ഡോക്ടർ, വരൂ. അതൊക്കെ കണ്ട് ഡോക്ടർ തെറ്റിദ്ധരിക്കണ്ട.
അതൊന്നും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. ബെഞ്ചമിൻ ഡയസ്, നിങ്ങളിവിടെ ഷോക്ക് കൊടുക്കാറില്ല? ആക്ച്വലി ഐ എം നോട്ട് അഗെയിൻസ്റ്റ് CCT. പക്ഷേ ഞാനത് ചെയ്യാറില്ല. എൻ്റെ മെത്തേഡ് വേറെയാണ്. എന്താണാവും നിങ്ങളുടെ മെത്തേഡ്? ഇലക്ട്രിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ നായർ, ലൈഫിൽ ചില ഹാർഡ് റിയാലിറ്റീസ് ഫേസ് ചെയ്ത് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയവരാണ് ഇവിടുത്തെ ഇൻമേറ്റ്സ്. അവർ പേഷ്യൻസ് അല്ല, ദേ ആർ മൈ ഫാമിലി. മനസ്സിൽ നിന്ന് തുടച്ചു കളയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അവരുടെ കണ്ടീഷൻസിൻ്റെ മെയിൻ റീസൺ. അത്തരം ഓർമ്മകളെ ഇറേസ് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി. സോ ഐ ഇറേസ് ദ പാസ്റ്റ്. നടക്കുന്ന കാര്യം വല്ലതും പറ ഡോക്ടർ. ഇറേസ് ദ പാസ്റ്റ്. ഇറ്റ് വർക്ക്സ് ഡോക്ടർ. ഹിപ്നോതെറാപ്പിയിലൂടെ അത് നടക്കും. ഡോക്ടറെ, 16-ാം നൂറ്റാണ്ടിൽ മെസ്മർ തുടങ്ങി വെച്ച ജാലവിദ്യ അത് അന്ന് തന്നെ അശാസ്ത്രീയമാണെന്ന് എഴുതി തള്ളിയത് നിങ്ങളുടെ പേരുള്ള ഒരാള് മെസ്മറിന്റെ ചവിട്ടുകൊട്ടയിലിട്ടത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. യെസ് ഐ നോ. പക്ഷേ ഈ 70s ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ മെത്തഡാണിത്. സജസ്റ്റബിലിറ്റി ഉള്ളിടത്ത് ഹിപ്നോട്ടിസം ചിലവാകും. എന്നെപ്പോലെ ഒരാളെ നിങ്ങൾക്ക് ഒരിക്കലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം തന്ത പറഞ്ഞ് അനുസരിക്കാത്ത ആളാണ്. എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. കണ്ണു Get out പത്രികട നീടാ. ரொம்ப கான்ஃபிடன்ஸ் சர்வீஸ். ഞാനൊന്ന് മയങ്ങിപ്പോയല്ലേ. സോറി. ഇത് വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കാനാണ് ഞാൻ. ഇപ്പോഴും നിങ്ങളുടെ മെത്തേഡ്സിൽ എനിക്ക് വിശ്വാസമായിട്ടില്ല. താങ്കൾക്ക് നേരിൽ കണ്ടറിയാവുന്നതേ ഉള്ളൂ. അതെ, അതിന് തന്നെയാ വന്നത്. പ്ലീസ് ഷോ ഹിം അറൗണ്ട്. വരൂ സർ. താങ്ക് യു. ഡോക്ടർ, കുഴപ്പം കണ്ടാൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കും. ഒരു രോഗി, ഒരേ ഒരു രോഗി, ഒരൊറ്റ വാചകം മതി, അതോടെ തീരും. മോർണിംഗ് പ്രൊഫസർ. കമൻ. ഓർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ഉറങ്ങാൻ പറ്റി? എന്ത് പറയാനാ. ശ്രീ മോളെയും മോനെയും കാണാൻ ന്യൂയോർക്കിൽ നിന്ന് ഷിക്കാഗോയ്ക്ക് പുറപ്പെട്ടതാ. ഇൻ JFK 3 മണിക്കൂർ I had to wait. The flight was late. പിന്നെ യാത്ര 5.5 മണിക്കൂർ. എങ്ങനെ ഉറങ്ങാനാ? ഉറങ്ങിയിട്ടേ ഇല്ല. I'm P. സുബ്രഹ്മണ്യമായ. I'm so glad to meet you, man. സാറിന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? Yeah. Schadenfreude. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം. അതെന്തിനാ നിങ്ങൾ കീറിക്കളഞ്ഞത്? അത് ആള് വീട്ടിലേക്ക് കത്തെഴുതുന്നത്. വീട്ടിലേക്ക് കത്തെഴുതാൻ പാടില്ലെന്നുള്ള നിയമമുണ്ട് ഇവിടെ. പ്രൊഫസറുടെ വീട്ടിലാരും ഇല്ല. വൈഫും മക്കളും ഷിക്കാഗോയിൽ കാർ ആക്സിഡന്റിൽ മരിച്ചതാ വർഷങ്ങൾക്ക് മുമ്പ്. ഇവർത്തന ഇത് ഹുസൈൻ ബാല, പെയിന്റർ. ഒളിച്ചു നിൽക്കായിരുന്നു. ഹുസൈൻ ആരോടും സംസാരിക്കാറില്ല. ആള് വന്നിട്ട് 4 വർഷമെങ്കിലും ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. ആൾക്ക് അങ്ങനെ ഒരു സിദ്ധിയുണ്ട്. സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി വരയ്ക്കാറുണ്ട്. ഇതിപ്പോ ഇന്നലെ വരച്ചതാ. செட் பண்ணுறாங்க. സർ, നമുക്കെന്നാ அதுக்கடா நடுவில் அந்த ക്ലോക്ക് ഇത്. ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? പുറത്ത് പറയുന്ന പോലെ ഇവിടെ ഒരു കുഴപ്പമില്ല. വരൂ. ബാക്കിയും കൂടെ കാണുമ്പോൾ സാറിന് പൂർണ്ണമായിട്ടും ബോധ്യമാവും. സാർ തിരുവനന്തപുരത്ത് എവിടുന്ന? എൻ്റെ അമ്മ വീട് തിരുവനന്തപുരത്താ. വീട്ടുപേര് പറഞ്ഞാൽ ചിലപ്പോൾ സാർ അറിയും. വഴി കാണിക്കാൻ വന്നതാണെങ്കിൽ അത് കാണിക്കുക. സോറി. ഇതില് അതെന്താ അവിടെ ഒരു ശബ്ദം? എവിടെ?
ഞാനൊന്നും കേട്ടില്ലല്ലോ. സാറിന് തോന്നിയതായിരിക്കും. അവിടെ ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണിത മാൻഷനാണ്. വന്നിട്ട് കൊല്ലം 5-6 ഇതുവരെ ഞാൻ പോലും ഇത് മുഴുവൻ കണ്ടു തീർത്തിട്ടില്ല. പോവാം സാർ. ബാക്കി 3 പേഷ്യൻസ് അവിടെ വരൂ, ഞാൻ അവരെ ഹാളിൽ അസംബിൾ ചെയ്യാം. നീ താഴെ കാണിച്ച ഷോ പോലെ ഇനി വേണ്ടാട്ടോ. മിണ്ടാതിരുന്നാൽ മതി. നിങ്ങളോട് പ്രത്യേകിച്ചു എന്ത് ചോദിച്ചാൽ அவங்களே உட்கார வச்சுக்கிறாங்க. யாரு அவங்களுக்கு பேஷண்ட் தான் போல இருந்துச்சு. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. എനിക്കിവിടെ സുഖമാണ്, ഒരു കുറവുമില്ല. This place is better than paradise. സാറിന് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ നെറ്റിയിൽ എന്താ പറ്റി? അഞ്ച് രോഗികളെ ചികിത്സിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആറാമതൊരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല ഡോക്ടർ. 6ാമത്തെ ആൾ പേഷ്യൻ്റ് അല്ല, എൻ്റെ മകളാണ് നിത്യ. അതാരാണെങ്കിലും എനിക്ക് കണ്ടേ പറ്റൂ, ഇപ്പൊ തന്നെ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ, പ്ലീസ്. ഷീസ് ഓട്ടിസ്റ്റിക്. ഓട്ടിസം ഒരു രോഗമാണെന്ന് ആരാ പറഞ്ഞത്? അതൊരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതിനാണോ ഈ പെൺകുട്ടിയെ പിടിച്ച് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഞാൻ പറയാം. വേണമെന്നില്ല. തുറക്ക്. അത് വേണ്ട ഡോക്ടർ. ഐ വുഡന്റ് സജസ്റ്റ് ദാറ്റ്. തുറക്കണോ? നിത്യ, அவ்வளோதான் வேலை இது. സാറിന്റെ ശരീരത്തിലെ അവയവങ്ങളൊന്നും പോയില്ലല്ലോ. ഓ ഭാഗ്യം. എന്തായാലും പേടിക്കണ്ട, നല്ല ചൂട് കഞ്ഞി കൊണ്ട് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് കിടന്നാട്ടെ. രാവിലെ 5 മണിക്ക് കാറ് വരും, കയറി ഒറ്റ വിടല്ലേ തിരുവനന്തപുരം. വെളിയിൽ ഭയങ്കര തണുപ്പും മഴ, അതുകൊണ്ട് അവറാച്ചൻ ഇവിടെ കാണും. സാറിനൊരു ധൈര്യം. വളരെ ദുരൂഹമാണ്. ഇന്ന് പരിചയപ്പെടുന്നതിനിടയിൽ ബെഞ്ചമിൻ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാത്ത തരത്തിൽ ഞാൻ മയങ്ങിപ്പോയി. ബെഞ്ചമിൻ ശക്തനാണ്, അപകടകാരി. നിത്യ മകളാണ്. ബെഞ്ചമിൻ കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും? நித்யா அந்த ரூம்ல இருக்கு. ஒரு சவுண்ட் வந்துச்சு. அது தெரியல. தெற்கே இருக்கிறாங்க. என்னன்றா கட்டியிருப்பானு இவ்வளோ பேர் ரூம் வச்சுக்கப்போ. ட்ரீம் போலுதுடா. இன்னும் ஆல்டர்னேட் வேர்ல்டா.
கட்சியில் அந்த சுருளி மாதிரி ஆயிடுதான். ஒழுங்கா தூங்கி இருக்கலாம். அவன் தூக்கத்தில் தான் இருக்கான்னு நினைக்கிறேன். அண்டர் கிரவுண்ட் அசைலாம் கூட இது. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ ഇവിടേക്ക് വരുന്നത്. ഫസ്റ്റ് സീനിൽ കാട്ടില്ല ലേഡിയാ. ഞാൻ ലക്ഷ്മി, എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുക. ആരും വരുന്നുണ്ട്. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ ബെഞ്ചമിൻ അവളിങ്ങനൊന്നും ആയിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് അയാൾക്കേ അറിയൂ. கொஞ்ச நேரம் கழிச்சு தான் பார்க்கலாம். இது முன்னாடி வந்து பண்ணிடணும். அதெல்லாம் அப்படிதான் கேட்கக்கூடாது. அதெல்லாம் കഥ ചടങ്ങാണത്. തുറന്നേ. അല്ല സാറ്, അത് വേണോ? ബെഞ്ചമിൻ സാറിനോടൊന്ന് ചോദിച്ചിട്ട് തുറക്കണം. അപ്പോൾ പിന്നെ തുറക്കല്ലേ. നോക്ക്, എന്ത് ഭംഗി എൻ്റെ കുട്ടിയെ കാണാൻ. ഞാനിപ്പോൾ എന്തിനാ കരഞ്ഞേ? കുട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുത്തിട്ട് വരട്ടെ.
വേറൊരു സാധനം ഇപ്പൊ അയ്യോ ഇങ്ങ് വാ. വാട്ട്? തലയിലടിച്ചിട്ട് ആണല്ലോ മുകളിൽ ദേ, സാർ ഡോക്ടർ കണ്ണൻ നായർ. നിത്യയുടെ മുഖത്ത് നല്ല തെളിച്ചില്ലേ ഡോക്ടർ? ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതവക്ക് നല്ലതേ ചെയ്യും. സിസ്റ്റർ വേണ്ട, ഇവിടെ മരുന്ന് ആവശ്യമുള്ള വേറെ ആൾക്കാരുണ്ട്. മ്യൂസിക് മുട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി. അയാളുടെ പെർഫോമൻസിൽ ഡോക്ടർ വീണു പോയതാണ്. നിത്യ ആരാണെന്ന് സ്ഥാപിക്കാൻ ഒരു പ്രശ്നമില്ല. അത് തന്നെയാണ് അയാളുടെ നീക്കം. 5 years. It took me 5 years. 5 വർഷം കൊണ്ടാണ് നിത്യയുടെ ഓർമ്മകളെ ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞത്. பெரிய இடத்துல கொலை நடந்துட்டு வந்து விட்டு விட்னஸ் அந்த கூட்டு வந்து விட்டுறாங்க பொழுது. അതിന് ആരൊക്കെ ശ്രമിച്ചാലും തിരിച്ചു വരില്ല. ഈ കോൺഫിഡൻസ് നല്ലതാ. ബട്ട് ഹീ ഈസ് സ്മാർട്ട്. ഇവിടെ മുമ്പ് വന്ന ഡോക്ടേഴ്സിനെ പോലെയല്ല. അയാളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അയാളുടെ റിപ്പോർട്ട് നെഗറ്റീവ് വന്ന നിത്യ മാത്രമല്ല എല്ലാം കൈവിട്ടു പോകും. എവിടെ നോ വന്നവന് ഇവിടെ എന്താ കാര്യം? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവനെ സൂക്ഷിക്കണം. See you at the evening. You should be ready here. See you in the evening. ഹലോ. നടക്കൽ കോവിലകത്തെ ജയനാരായണ വർമ്മയെ ഓർമ്മയുണ്ടോ? എൻ്റെ ഏട്ടന. ഇത് നിത്യ, ഏട്ടൻ്റെ ഏക മകൾ. ഓ തമ്പുരാൻ. യെസ്, വി ഹാഡ് മെറ്റ് വൺസ്. മകളുടെ കണ്ടീഷൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. ഹി വാസ് വെരി അപ്സെറ്റ്. കളരി പോലെയുള്ള മാർഷൽ ആർട്സ് ഇവർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് തമ്പുരാനോട് പറഞ്ഞിരുന്നു. ഓട്ടിസം ഈസ് നോട്ട് എ ഡിസബിലിറ്റി, ഇറ്റ്സ് എ ഡിഫറെൻ്റ് എബിലിറ്റി. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏട്ടൻ ഞങ്ങൾ വിട്ടുപോയി. തറവാട്ടിലിപ്പോൾ ആരുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നിത്യ എവിടെ ഏൽപ്പിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. നിത്യയെപ്പറ്റി എല്ലാം ഇതിലുണ്ട്. ഏട്ടൻ കുറിച്ചിട്ടതാ. ഇത് നിത്യയുടെ പേരിൽ തീരാക്കിയ വസ്തുവകകളുടെ ആധാര. ഹൈ റേഞ്ചിലെ ബംഗ്ലാവ് ഉൾപ്പെടെ. ഇതിനി ഇവളുടെ ചികിത്സയ്ക്കായി സാറിന് ഉപയോഗിക്കാം. ഡോക്ടറല്ലാതെ മറ്റൊരാൾ എനിക്ക് അറിയില്ല. ഡോക്ടർ ഇവളെ സ്വന്തം മോളെ പോലെ നോക്കി വളർത്തണം. எல்லாத்தையும் ஃபஸ்ட்டாக இருந்தது. ഞാൻ പറഞ്ഞിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച സാധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോദിച്ചത് എപ്പോൾ തരും? എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കുട്ടിയെ എന്നെക്കാളേറെ മനസ്സിലാക്കിയിട്ടുള്ളത് അവൻ മാത്രമാണ്. മറ്റുള്ളവർ ഇവരിൽ കണ്ടെത്തിയ കുറവുകളാണ് ഇവർക്കിടയിലെ സമാനതകൾ. ഇടനാട് ദേശത്തിൻ്റെ സർവാധികാരികളായിരുന്നു നടക്കൽ തമ്പ്രാൻ. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി ഏട്ടൻ ബാലരാമവർമ്മയും അനുജൻ ശേഖരവർമ്മയും അനുജത്തി ലക്ഷ്മിയും പിന്നെ ഞാനും. ജന്മനാ അംഗവൈകല്യമുള്ള ഏട്ടനും സന്താനഭാഗ്യമില്ലാതെ പോയ ശേഖരനും നടക്കൽ തമ്പുരാനായ എന്നോട് തോന്നുന്ന എതിർപ്പ് സ്വാഭാവികം. എനിക്ക് താങ്ങായത് എൻ്റെ അനുജത്തി ലക്ഷ്മിയും അവളുടെ മകൻ വിനയനും മാത്രം. പോകെ പോകെ എൻ്റെ പരിശ്രമങ്ങൾ വൃഥാവിലായി പോകുമെന്ന് ഞാൻ തന്നെ ഭയന്നുപോയ ഒരു നിമിഷം ഞാൻ അത് കണ്ടെത്തി. കൈവിട്ടു പോയിക്കൊണ്ടിരുന്ന ആത്മവിശ്വാസം തിരിച്ചു പിടിച്ച് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി വീണ്ടും കച്ചകെട്ടി കളരിയിലിറങ്ങി.
இதுதான்ப்பா எப்படி வீடா போடுறா நம்ம வேலுல ராம்பு திருப்பதி பத்தியா ആരെയും അതിശയിക്കുന്നതായിരുന്നു. ഇളന്താരി പോയ നടക്കൽ കളരി ഒരുങ്ങി കാർത്തിക തിരുനാൾ നിത്യലക്ഷ്മിക്ക് വേണ്ടി. இதெல்லாம் தமிழ் ரிலீஸ் பண்ணுறாதா எதுக்குடா எத்தனை இந்த அளவுக்கு லைட்டாக இது பண்ணுறாங்க ப்ரெசஸாக இருக்கும். ഏട്ടന്റെ അഭ്യാസം കൊല്ലങ്ങളായി കാണുന്നതാ. ഇത് കാണാനല്ല ഇവരിവിടെ കൂടിയിരിക്കുന്നത്. കുറെ നാളായല്ലോ ഒരു അസുഖക്കാരി പെങ്കൊച്ചിനെ അടിതട പഠിപ്പിക്കുന്നു. അവള് വരട്ടെ. ഗുരു എന്തൊക്കെയാ മകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ ദേശക്കാരൊന്ന് കാണട്ടെ. അവളെ വിളിക്ക്. നിത്യത്തമ്പുരാട്ടിയെ അടിതട അംഗവും കളിയൊക്കെ ആൺപറപ്പുകൾക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലേ? அதான் ட்ரெயின் பண்ண கூப்பிட்டு வந்துச்சுங்க மென்டலி சொல்லி வலிங்க பாப்பா. இதெல்லாம் தெரியுமா உங்களுக்கு? டான்ஸ் ஆடுது இதயமானது. ഇതെല്ലാം സെവത്തില് മാറ്റി വെച്ചിരുന്നാ. ഏത് ചെപ്പടി വിദ്യ കണ്ടാലും ദേശക്കാര് കൈയടിക്കും. അവർക്കതല്ലേ ശീലം. കളരിയിൽ അടപറിയണം, അംഗം പയറ്റണം. പറ്റുമോ? இப்போ கேரளாலேயும் இவ்வளோ வச்சுருக்காங்கன்னா அப்போ நம்ம ஊரில் எவ்வளோ இது வந்துருக்கு. எல்லாமே அஞ்சு போச்சு. டாப் வந்தாங்க. டாப் இந்த வென் ஸ்டேசி இதில் வருங்க அக்ராஸ் இன்டு தி ஸ்பைடர்ஸ் ட்ரம்ஸ் ரொட்டேட் ஆகும், ஹெலிகாப்டர் ரொட்டேட் ஆகும். ஃபவுலா? ഫൗൾ അടി നമ്മള്. നടക്കലെ കളരി വിളക്കത്ത് കള്ളക്കോല് പഠിപ്പിക്കാറില്ല, പ്രയോഗിക്കലുമില്ല. ഓ ഇതാണാ? ഓ ഇതിലെന്താ എന്റെ പാട്ടാ? കാട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണി
இது பண்ணிக்கிற ஏதோ பண்ணிடுறாங்கன்னு நினைக்கிறேன். இதான் ஃபோட்டோவா? என்ன நீச்சல் தெரியாதா? எதை பார்த்துட்டு ഞാൻ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരിശ്രമം ഒരു താക്കീതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവരെന്നെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ആ ലില്ലി, നിത്യ ഇവിടെ ഉണ്ട്, റൂമിലേക്ക് കൊണ്ടുപോകും. പോവാം. സോറി സർ, ഇറ്റ്സ് ബെഡ് ടൈം. ഇവിടെ പേഷ്യൻസ് കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും വേണമെന്ന് നിർബന്ധമാണ്. എന്താ വല്ലാതിരിക്കുന്നത്? പനിയുണ്ടോ? ഇല്ല, ടെമ്പറേച്ചറില്ല. ഇതൊക്കെ വെറും സ്ട്രെസ്സാ. ഒന്ന് റിലാക്സ് ചെയ്താൽ മതി. എപ്പോഴും ഇങ്ങനെയാണോ? ഗൗരവത്തിൽ ഒന്ന് ചിരിക്കുക പോലും ഇല്ലേ? ഡോക്ടർ എല്ലാ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബെഞ്ചമിൻ സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരു വെക്കേഷന് വന്നിരിക്കാൻ വിചാരിച്ചാൽ മതി. സാർ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറിയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളെക്കുറിച്ച് നല്ല റിപ്പോർട്ടേ എഴുതൂ, എനിക്ക് ഉറപ്പാണ്. രേണുക, നിനക്കാള് മാറിപ്പോയി. ഇതിലും ചങ്കൂറ്റുള്ളവരിവിടെ വന്നിട്ടുണ്ട്. അവർ ഈ പടി കടന്നു പോയിട്ടില്ല. അതും കൂടെ റെക്കോർഡ് ചെയ്തേക്ക്. मैं जो बोल रही हूँ ध्यान से सुनो. वो जो आया है ना, कल यहाँ दिखना नहीं चाहिए. बस. അയ്യോ, കറണ്ട് പോയി. അയ്യോ, ഇന്നലത്തെ കാറ്റും മഴ കണ്ടപ്പോഴേ തോന്നിയതാ ഇന്ന് കറണ്ട് പോകുന്നു. അയ്യോ കർത്താവേ, നീ കരുണയുള്ളവനാ. സ്തോത്രം സ്തോത്രം. കാലത്തെ സാഹിബിന്റെ തെറിവിളിയാക്കണം. സെൻട്രൽ ജയിലിലെ കണ്ണു വലിയ ഒരു ഏതോ തെണ്ടിക്കുണ്ടായ ഒരു വൃത്തികെട്ടവനും. കർത്താവെ കാത്തോളേ. ஐயோ, ஓப்பனில் இருக்கு. இதாடா பிளான் பண்ணுறோம்.
ஐயோ செக்யூரிட்டி தான் என்னதான் அவர் வந்துக்கிறாரு. ரிப்பீட்டடாக நடக்கிறதுனால ഇൻഫർമേഷനാ ഇതിലെ ആ ഗാർഡ് അരിച്ചാക്ക് പോലെ ചുമന്നുകൊണ്ട് ഇട്ടതാ. കൊണ്ടുവരണ വരവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സാറ് തട്ടിപ്പോയത്. ആ ഫയലിൽ ഒരു കുന്തവും ഇല്ല. ആരെങ്കിലും പീഡിപ്പിച്ചു ഞാൻ പീഡിപ്പിച്ചു എന്ന് ഫയൽ എഴുതി വയ്ക്കുവോ? ഇത് ചുമ്മാ സാറിന്റെ കാര്യം. സാറിന് ഇവിടെ നിന്ന് തടി തപ്പാനാണെങ്കിൽ നല്ല ഡീസന്റ് ആയിട്ട് ഒരു ഷെക്കെല്ലാം കൊടുത്ത് അങ്ങ് പോകണം. അങ്ങനെയല്ലേ നേരത്തെ വന്ന ഡോക്ടർമാരെല്ലാം ചെയ്തത്. ബെഞ്ചമിൻ സാറിന്റെ കൈമുടക്കിലല്ലേ അവിടുത്തെ പോലീസുകാരന്മാർ ജീവിക്കുന്നത്. വെറുതെ വിവരക്കേട് കാണിക്കല്ലേ. പിന്നെ സാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ആരും ഒന്നും ചെയ്യും. ഞാൻ ആട് ഉണ്ടായില്ലാതെ നോക്കിട്ട് സാറിനെ പേടിപ്പിച്ചതാ. അവരിവിടുത്തെ പേഷ്യന്റാ. എന്റെ കർത്താവേ ഞാൻ വെറുതെ സാറേ ഒന്നും പറഞ്ഞിട്ടും സാറൊന്നും കേട്ടില്ല. രണ്ടാമത്തെ വധശ്രമം ഇത്തവണ കൊല തന്നെയായിരുന്നു ലക്ഷ്യം. നിത്യയുടെ മെഡിക്കൽ റെക്കോർഡ്സും നഷ്ടപ്പെട്ടു. നിത്യയെ ബെഞ്ചമിൻ്റെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ല. ഈ മതിൽക്കെട്ടിനപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് അവൾ അറിയിക്കണം. എന്നിലൂടെ അവളതറിയണം. ആ പാട് ഇതുവരെ മാഞ്ഞിട്ടില്ലല്ലേ? ഇതെങ്ങനെയാ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എത്ര തല്ല എനിക്കന്ന് കിട്ടിയത്. ഓ, ഇതെന്റെ ഓർമ്മയ്ക്കാ. ഈ പാട് മാറുന്നവരെ നീ എന്നെ മറക്കില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഒന്നിലും ശ്രദ്ധ നിൽക്കില്ല, പക്ഷേ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതാണ് ജീവൻ. ആ സാറേ, മാറ്റങ്ങളൊക്കെ നന്നാവുന്നുണ്ട്. പക്ഷേ ചില ആളുകളെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അതെ, ഞാനിങ്ങനെ നടക്കുമ്പോൾ എനിക്ക് സ്വർഗവും നരകമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ സ്വർഗത്തിലാണോ നരകത്തിലാണോ? രണ്ടിന്റെ അറ്റത്താ, സംശയിക്കണ്ട. ആ നിത്യ, സിസ്റ്റർ, നിത്യ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. വാ. കുറുക്ക് இந்த கௌஷிக் അതെ, എൻ്റെ പെണ്ണ. ഹുസൈൻ, നിങ്ങളാണോ ഇതെന്റെ മുറി കൊണ്ടിട്ടത്? നിങ്ങൾ സംസാരിക്കില്ലല്ലോ അല്ലേ? நீ வந்து சண்டை போய் தூக்கி போடுறதுலாம் வரைஞ்சி வச்சுக்கிறாரு கூட. இல்லை, அது கீழே விழுந்ததா? என்னது? ஓ, இதுவா? வெளில நீ பேசியிருந்தாரு. நான் ஃபோட்டோட ஆஃப் ஆல்ரெடி எங்கேயும் பார்த்தேன். இப்போதான் நடக்கிறத வரைஞ்சி வச்சுக்கிறாங்க. அப்படியா? அந்த ட்ரெஸ் வேற. அந்த பாட்டுன்னு நினைக்கிறேன்டா. இது பாவீழ. என்னது? பாவீழ மழை.
ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേ. இந்த ஸ்டான்ஸை மட்டும் எங்கே கேட்ட மாதிரி நிறைய ரீல்ஸ் வந்துருக்குடா. நல்லா போட்டான். ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ വെൺപനിമതി ഇവളിലെ മലരൊളി എൻ കനവുകൾ വിതറിയ താരകങ്ങളെ This is all your fault. അവനെ അന്ന് തന്നെ തീർക്കണമായിരുന്നു. നിനക്ക് എന്താ അയാളെ പേടിയാണോ? നാണം കിട്ടും. അവനാരെന്നെ തല്ലാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇല്ലയോ? യെസ്. யார் இவர் இந்த மாதிரிலாம் மனசு மீசியை மட்டும் 21 தமிழ் வந்து ഇതിലും തമിഴ സായ്പല്ലി. എന്താ 21? ரஜினி கூப்பிட்டா காது திருவி நடுமண்டையில் தட்டினானா சரியாயிடும். டாக்டர் சரவணன். இப்போ எல்லாரும் கேமராவை பார்த்து நிற்கிறாங்கன்னு தெரியல. 4th வால் பிரேக் பண்ணுறாங்களா? പിന്നെ ആരെയൊക്കെ ഓർമ്മയുണ്ട്? അച്ചുമായി 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 ആരാ? വിനയൻ ആരാ? വിനയൻ വിനയൻ. തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങനെ നടന്ന് വഴക്കിടരുതെന്ന്. എന്ത് ചെയ്തിട്ടാ താൻ 5 പിള്ളേരുടെ തലയടിച്ച് പൊട്ടിച്ചത്? നാട്ടുകാരോട് സമാധാനം പറഞ്ഞു മതിയെ. ഇവനെയൊക്കെ എന്നോടൊന്നും വർത്തമാനം പറയാനല്ല വേണ്ടത്. ആരെങ്കിലും അങ്ങനെ കൊണ്ട് പൂട്ടിയിട് പഴച്ചതിനെ. നടക്കടാ വാങ്ങോട്ട് ശ്രീകര ശേഖര ചത്തുപോയ തന്തയുടെ തനി കൊണ കാണിക്കാ ചേക്കാൻ മാസം പിടിച്ചത്. അടിപൊളി. അച്ഛനോടെ? സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് എത്രയുണ്ടോ അത്രയും കൺപീലുകളുണ്ടാവും നമുക്ക്. അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ ആഗ്രഹിക്കുമ്പോൾ ഒരു കൺപീലി അങ്ങ് അടർന്ന് വീഴും. അപ്പം മോളെന്താ ചെയ്യുക? മോൾ ആ കൺപീലി എടുത്ത് ഉള്ളം കയ്യിപ്പിച്ച് മാനം കാണിക്കാതെ നേരെ അച്ഛനാണ്. അപ്പോൾ അച്ഛനത് വാങ്ങി മോളുടെ ആഗ്രഹം അച്ഛൻ നടത്തി തരും. പോയിരിക്കവിടെ ഒന്ന് സ്വൈരം തന്നൂടെ? இந்த கிழமை எல்லாத்துலேயும் வில்லத்தனம் தான் அந்த பண்ணுறான். டிராயிங் பண்ணி அப்படியே அவராது ஒரு மாதிரி இது ஸ்ட்ரெயிட்டாக ஹார்ட்டுக்கு ஏறி.
அவ்வளோதான் அந்த ரூமில் வந்து பார்த்துட்டாங்க போல. ഇനി അവനെ തുറന്നു വിട്ടേരെ. തമ്പുരാനെ കൊന്ന പട്ടം ഇനി അവനിരിക്കട്ടെ. யாரடா பையன் இது இப்போ இன்னொரு பையன் அணியன். ஐயோ இப்போ இவதானா? നിനക്ക് ചുറ്റും നീ കാണുന്നത് മുഴുവൻ കള്ളമാണ് നിത്യ. ബെഞ്ചമിൻ നിന്റെ പപ്പയല്ല, നിന്റെ ആരുമല്ല. നിന്നിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ മറച്ചു വച്ചിരിക്കുന്നു. നീ ഇവിടെയല്ല കഴിയേണ്ടത്. ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. எப்படி அடிச்சா ஊற்றுனா காமிக்கிறா? எப்படி சாவடிச்சு? இவ அடிச்சா சாவடிச்சதா? அவன் അണ്ണാ രാജാ തന്നെ தெரியல. അതങ്ങ് മറന്നേക്ക. ഒരിക്കൽ ശ്രമിച്ചതല്ലേ. She needs her papa. പപ്പ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നിത്യയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. வெற்றி உனதான கரெக்டாக இருக்கும் கெட்டப். Never make promises that you cannot. ഇതൊരു കെട്ടപ്പ്. அதுதான் சொன்னேன். Understood. ഡോക്ടർ ഒന്ന് വേഗം മുകളിലേക്ക് വരണം. ജീവൻ വിട്. ജീവനെ ആരും ഒന്നും ചെയ്യില്ല. കൊല്ലു. ധൈര്യം നീ കൊല്ലു. കൊല്ലേ. ജീവൻ I said stop it. ജീവൻ, നിനക്കെന്താ വേണ്ടത്? ഞാൻ തരാം. എനിക്ക് ഇവിടെ വേണം. ഇവിടെ എന്റെയാണ്, എന്റെ മാത്രമാണ്. നീ എനിക്ക് ഇവിടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവക്ക് നിന്നെ വേണ്ടെങ്കിലും അയാൾ ഒരു രോഗിയാണ്, നിങ്ങൾ ഡോക്ടർ. None of your business. അവളെ Hey, this is my hospital and that is my patient. നമുക്ക് പോകാം. നിത്യ, നിത്യ, பசில் மாதிரி கொஞ்சம் கொஞ்சமாக ஊற்றிட்டு போகிறாங்க. டாப்பு பாட்டம் இன்ச்சில் ഡോക്ടർ, നിത്യ കുഞ്ഞിനെ കണ്ടായിരുന്നോ? അവൾ എവിടെയും കാണുന്നില്ലല്ലോ. ഡോക്ടർക്ക് അറിയോ അവൾ എവിടെയുള്ളതെന്ന്? ഡോക്ടർക്ക് അറിയാം അവൾ എവിടെയുള്ളതെന്ന്. അവളെവിടെയാ കുഞ്ഞ്? ரெசிடென்ட் இந்த மாதிரி ஒரு ஸ்டோரியில் பிக் பண்ணதுக்காக ஒரு காட்டில் ஒரு ஃபோட்டோ வச்சுருப்பாங்க. இப்போ இதுவாகிட்ட ஃபுல் லாக் பண்ணி வச்சுக்கிறாரு. நல்லா ஸ்டோரி லைன் லாக் பண்ணிட்டாரு.
ലക്ഷ്മി നിത്യ അവിടെ നിത്യ എവിടെന്നാ ചോദിച്ചത്? നിത്യ കാണുന്നില്ല. നിന്നോട് പറഞ്ഞതല്ലേ അവൾ എവിടുന്ന് രക്ഷിക്കണമെന്ന്? പറഞ്ഞതല്ലേ അല്ലേ? രേണുക, നിത്യ എവിടെ? ഡോക്ടറുടെ ജോലി കഴിഞ്ഞെങ്കിൽ ഡോക്ടർക്ക് പോവാം. ഇവിടെ 5 പേഷ്യൻസേ ഉള്ളൂ. അതിൽ നിത്യ എന്ന Sir, it's ready. ஷாக் ட்ரீட்மெண்ட்டா? ஒருவேளை மொத்தவங்க நித்யா தேடி வந்த டாக்டர்ஸோ? இதுதானே இந்த 9th ஜெருஷி போட்டு வச்சுச்சு. ஆமாடா அதுதான்டா. പോച്ചേ. ഡോക്ടർ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് പോണെന്ന്. ആ പെട്ടിയിൽ അടക്കപ്പെട്ടവരാരും പിന്നെ പുറംലോകം കണ്ടിട്ടില്ല. മരണം ഉറപ്പാ. ആർക്കും വേണ്ടാത്ത കുറേ ജന്മങ്ങളാണ് ഞങ്ങളുടേത്. ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിയത് തന്നെ നിത്യമോളെ കണ്ടതിന് ശേഷം. ഞങ്ങളൊന്ന് തേടി വരാൻ ആരുമില്ല. പക്ഷേ നിത്യമോൾക്ക് ആ അവസ്ഥ വരരുത്. ഡോക്ടർ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. വൈരികളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുവിൻ. നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവിൻ. കർത്താവേ രക്ഷിക്കണേ. എന്നോടോ ഇത് உள்ள கூட்டு வந்து ஃபன் பண்றதுதான் எனக்கு வேலையை போறடா. போய் மாற்றி விட்டுருதா? இல்லை, யாராவது உள்ள வரும்போது இந்த மாதிரி அழகு வச்சு ஃபன் பண்றதுதான் என்டர்டெயின்மெண்ட் போல. ഇവിടെ I am here. Come on. Come. எல்லாமே ஒரு லூப்ல நடந்து മാഡം നിത്യ കുഞ്ഞിനെ കിടത്താൻ പോവാണോ? ഇതൊക്കെ കൊണ്ട് കത്തിക്കണം ഇപ്പൊ. അയ്യോ ഇതെന്താ ഇത്? തന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി. എന്താ കമല? നോ നോ കമല, അടയ്ക്കരുത് കമല. നിഴലിനെ വിശ്വസിക്കാം, നിഴലിനെ മാത്രം. Look into your shadow. Schadenfreude. Go. திடீர்னு வார்த்தை மாதிரி டாக்டர் நான் போட்டு வச்சுட்டு பொங்கல் சோடா ட்ரஸ்ட். எல்லாம் மாதிரி சூர்யா மாதிரி வச்சுட்டு அதுதான் போனது ECTன்னு சொன்னார். നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകാൻ. പക്ഷേ
ഇവിടെ വേറെയും പേഷ്യൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് നിത്യ? She is my treasure, my little princess. You're not listening to me, doctor. ഇതെല്ലാം അവൾക്ക് വേണ്ടി ഞാൻ കെട്ടിയുയർത്തിയത്. You think that I'm insane, don't you? No! I'm different. Sanity is my favorite sin. Come on. ഓർമ്മകളുടെ കെട്ടുപാടിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. 1 2 Welcome home. Oh. Alla skillsலாம் வந்து இவ்வளோ வாயிலுக்கு தேடி துப்ப வேண்டி தள்ளாத அந்த மாதிரி மாட்டிட்டு பின்னாடி இருந்தே தடுப்பாங்க. அவ்வளோதான் முடிச்சு. அலியன் இவர் தானோ? அலியன் ஒரு பையன் இருந்தானே. Wonderful. Third pending. Air pending. Bro, Sherlock Holmes வருது. Seriously. Benedict Cumberbatch. கொலையை போட்டாரா? அடுத்த ஆளா? அவரே தான் நினைக்கிறேன். பாப்பாவா? സാറേ പ്രകാശ് ഡോക്ടർ എവിടെ? ഓ ഇവര് തന്നെ ആയിരു. ഓ സാർ ஓ அப்போ அலியன் தான் பண்ணுகிறா. സാറേ തിരുവനന്തപുരത്ത് നിന്നാ ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാ. നടക്കൽ കോവിലകത്തെ നിത്യ എന്ന പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓർഡറാണ് ഇത്. ഡോക്ടർ MK നായർ, മൂലെടുത്ത് കണ്ണൻ നായർ, സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം. எல்லா லாங்குவேஜும் பேசுறாரு. ஏன்னா இவருக்கு மட்டும் மலையாளத்தில் டப்பிங் கொடுக்குறாங்க. ഡോക്ടർ MK നായർ, മൂലെടുത്ത് കണ്ണൻ നായർ, സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്, ട്രിവാൻഡ്രം. படியும் மாதிரி வச்சுட்டு കണ്ണൻ നായർ, ഹെഡ് ഓഫ് സൈക്യാട്രി, മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം. This is the last time I'm going to tell you. Put it in this. അപ്പോൾ എൻ്റെ പേരുള്ള ഒരാൾ ഇവിടെ വന്ന് നിത്യ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് പോയി അല്ലേ? ഇത് ഒരു மாதிரி இருக்கு வாய்ஸ் லைட்டா. വന്ന ആൾ ആരെന്ന് അറിയാനുള്ള എന്തെങ്കിലും ഐഡിയ? വേലുന്നോത്തരെ പറ്റി അവരോട് വോയിസ്. സർ എൻ്റെ കൂടെ ഒന്ന് വരാമോ? യെസ്. Why did you get me here? Sir? No way. சாய் பள்ளியில் வந்துச்சு. இந்திரா காந்தியாடா அது?
2 hours சாமி கிட்ட விட்டு கடைசி ഓ 5 ദിവസം മുമ്പ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റൽ വാർഡിൽ ഓടിപ്പോയ എന്റെ പേഷ്യന്റ് കാണാതായെന്ന് നിങ്ങൾ പറയുന്ന നിത്യയുടെ മോർച്ചെറുക്കൻ. അതായത് ഈ നിത്യയുടെ അച്ഛൻ ജയനാരായണ വർമ്മയുടെ അനുജത്തി ലക്ഷ്മിയുടെ മകൻ വിനയൻ. അപ്പം അമ്മക്ക് தெரியும். അവന്റെ പെട്ടി, അവന്റെ തൊപ്പി, അവന്റെ കോട്ട്, അവന്റെ റെക്കോർഡർ വരെയുണ്ട്. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അവന്റെ കുഴപ്പക്കാരനാണ്. ഇതൊക്കെ എന്റെയാണോ? ഇവിടെ ആരും പത്രമൊന്നും വായിക്കാറില്ലേ? സകല പത്രങ്ങളിലും ഉണ്ടായിരുന്നല്ലോ വെണ്ടക്ക വലുപ്പത്തിൽ. ന്യൂസ് പേപ്പർ പഠിച്ചിട്ടുണ്ടാലും വിലമി ഊർജനാ ഇല്ലാത്തത് കാണുന്നു, സ്വയം പീഡിപ്പിക്കുന്നു, ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നു. എന്തിന്? മരിച്ചുപോയ അവന്റെ അമ്മ ലക്ഷ്മിയുമായി സംസാരിക്കുന്നു. അയ്യോ, it was a clear case of schizophrenia. അത് നിങ്ങൾ ഒരു ഡോക്ടർ ഇത്രയും സിംറ്റംസ് ഉള്ള ഒരാളെ കണ്ടിട്ട് അയാൾക്ക് വട്ടാണെന്നെങ്കിലും മനസ്സിലാക്കാൻ ഡോക്ടർക്ക് പറ്റില്ല. അപ്പൊ അത് കൊല പண்ற നല്ല ഡിഗ്രി, പട്ടാളത്തിന് ചക്രം, പോരാത്തതിന് അമ്മൂമ്മയുടെ ഹിപ്നോട്ടിസ്റ്റ്. പക്ഷേ സർ, അയാൾ വളരെ നോർമലായിരുന്നു. അതിലവൻ വിദഗ്ധനാണ്. ട്രീറ്റ്മെന്റിലായിരുന്നപ്പോ പോലും അവൻ വളരെ നോർമലാണെന്നാണ് പലരും കരുതിയിരുന്നത്. യെസ്. Excuse me, Mr. Kannan Nair. Patient is a doctor's responsibility. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലേക്ക് ഇടരുത്. എടോ, ആ തമ്പുരാട്ടി കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ തനിക്ക് അവളുടെ ഗാർഡിയൻഷിപ്പ് ഉണ്ടാവില്ല. കോവിലകം വക വസ്തുവകകളുടെ അധികാരവും ഉണ്ടാവില്ല. സർക്കാരിന് സറണ്ടർ ചെയ്ത് തിരിച്ചു പോകേണ്ടി വരും അങ്ങ് ഗോവയ്ക്ക്. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ഒരു കൊലയാളിയുടെ കൂടിയാണ് നിത്യ പോയിരിക്കുന്നത്. ഒന്നല്ല 4 കോവിലകത്തെ അവകാശികളെ ഒന്നാകണം. ഒരു തുള്ളി ചോര പൊടിയാതെ. He is dangerous. അവനും നിത്യയ്ക്കും ഇടയിൽ ആരെങ്കിലും വന്നാൽ ജസ്റ്റ് മിസ് ചെയ്തു. തമ്പുരാനെ കൊന്ന പട്ടം ഇനി അവനിരിക്കട്ടെ. നടക്കടാ. ഓ இந்த കൊലപഴിയാ. ஒரு ட்ராப் ரத்த கூட இல்லைனாங்களே. முக்கியம் போடு. செக்யூரிட்டி ஒத்தங்க வைப்பான் பத்தியா. இப்போ உண்மையாடா இந்தியன் தாத்தா பண்ணுதுலாம். ഒരു രക്ഷയില്ല, യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. കിട്ടുമടോ, കിട്ടാതെ അവിടെ പോവാൻ. എനക്കറിയണ പോലെ അവനെ മറ്റാർക്കും അറിയില്ല.
ആ പേരിൽ ഒതുങ്ങേണ്ടവനല്ല അവൻ. ഒറ്റപ്പെടലിൽ കൂട്ടാവാൻ, ഓർമ്മകൾക്ക് നിറമേകാൻ, കാണാ കാഴ്ചകൾ പങ്കുവയ്ക്കാൻ. പെയ്തൊഴിയാത്ത സ്നേഹമാണ്. സ്വന്തം എന്ന വാക്കാവാൻ. അവൾക്ക് വരമായി കിട്ടിയവനെ എന്തു പറഞ്ഞു വിളിക്കും ഞാൻ? അവൾക്ക് എല്ലാമായവൻ അവൻ അതിരൻ. വിനയ, ഓടിക്കോ. നീ എത്ര അതിരുകൾ താണ്ടിയാലും ഞാൻ നിന്റെ തൊട്ട് പിന്നാലെയുണ്ട്. ஸோ அதிரன் கடைசியில் அவர் சொல்லும் போது தான் ஒரு இன்டர்நேஷ்னல் ஸ்டாண்டர்ட் மூவி. விஷுவல் ஷட்டர் சைக்கலாஜிக்கல் த்ரில்லரு இந்த அளவுக்கு எதிர்பார்க்கல. லாஸ்ட்ல அந்த ட்விஸ்ட் தான் நம்ம அவர் பைத்தியமாக இருப்பார் அப்படின்னு நினச்சோம். ஆனால் ஸ்டோரி பைத்தியம் தான், ஆனால் வேற ஒரு மாதிரி ட்விஸ்ட் ஆகி கதை வச்சு. காதலில் விழுந்தேன் படம் மாதிரி. ஆமாண்டா, ஆனால் எவ்வளோ நார்மலாக காட்டியிருந்தாங்க போகிற அவரை. எல்லாமே அவரே பண்ணிட்டு மற்றவங்க பண்ணும்போது நினச்சி ஒரு அந்த இதுவில் அவர் டெலிவிஷன் அவர் வேலை. அந்த ரூம் சவுத்துல அது இல்லை, கிளைமேக்ஸ் சொல்கிறேன். பெட்டியில் வச்சு சாவடிக்கிறதுலாம் இல்லை அது ஃபைட் பண்ணி தான் கூட்டு. இல்லை, அது வேற மாதிரி கட்டி வச்சிருப்பாங்க போல. சும்மா ஷாக் ட்ரீட்மெண்ட் இல்லாமல் பெட்டிகளை போட்டு சாவடிக்கிறது அதெல்லாம் அது எல்லாமே டெலிவிஷனா என்னன்னு தெரியல. படம் ஆனால் ஓகே, நல்லா போச்சு. அப்படியே மிஸ்டீரியஸாக போச்சு. அதுக்கேற்ற இது கொடுத்துட்டாங்க கிளைமேக்ஸில். ஆக்டிங் அவங்க வந்து அது ஆர்டிசம் மாதிரி சொல்லியிருந்தாங்க. தெய்வ திருமகன் அதுக்கேற்ற மாதிரியும் கரெக்டாக நடிச்சிருந்தாங்க. அந்த லெக்கு நடக்கிறது, கை, அவங்க அது ஆர்டிசம் இல்லைன்னு நினைக்கிறேன். அவங்க வந்து எல்லாமே ஷார்ப்பாக இருக்கு. வேற இல்லை, அதான் சொல்லியிருந்தாங்க. ஆர்டிசம் இருக்கிற மாதிரி சொல்லியிருந்தாங்க. அது நார்மலாகவே இருக்கும். ஃபேமிலியிலே வந்து பொழுது அப்படியே இது க்ரீட் வைஸு. அவங்க சித்தப்பாவும் அப்படி இருந்தார், ஃபாஃபாவும் அப்படி தான் இருக்காரு. மேபி ஃபேமிலிக்குள்ளேயே கல்யாணம் பண்ண மாதிரி ஆகிட்டுக்கிறாங்க ஃபேமிலி. ஸோ பாஸ்ட் போர்ஷன்ஸ் கொஞ்ச நேரத்துக்கு அது பயங்கரமாக சூப்பராக இருந்துச்சு. வர சீன் எல்லாமே நல்லா இருந்துச்சு. பாஸ்ட்டில் வந்த சீன் எல்லாம் இளந்தாரி பையன் மாதிரி வந்தார். ரஞ்சி பேனிக்காரு லாஸ்ட்டில் பிரகாஷ் ராஜ். அவனை நியூஸ் பேப்பரே படிக்க ஸ்டார்டிங்கில் வந்து 5 நாளுக்கான நியூஸ் பேப்பர் பார்த்தேன். இங்கே எவனுமே படிக்க, ஏன்னா இங்கே நியூஸ் பேப்பர் வராதுன்னு சொல்லிட்டு வாரத்துக்கு ஒரு வாட்டி தான் போக முடியும். ஃப்ரைடே ஃப்ரண்ட் பேஜ்லேயே வந்துருக்கு. அதை கூட பார்க்கல அவங்க. அவன் எவ்வளோ பர்ஃபெக்டாக வந்துக்கிறான். ட்ரெஸ் எல்லாம் 3D போட்டு வந்துட்டு இதை ரெக்கார்ட் பண்ண எதுக்கு ரெக்கார்ட் பண்ணாரு அவரு? ஃபர்ஸ்ட்டு ஷார்ட்டே அவன் சொல்லு, சார் நீங்கள் வந்து மென்டல் ஹாஸ்பிட்டல் போகிறீங்க, நீங்கள் மென்டலா அப்படின்னு கேட்குவான். அவன் ட்ரெஸ்ஸை பார்த்துட்டு என்னை பார்த்து மென்டல் மாதிரி ஆகுது அப்படின்னு கேட்டான். கேட்டுக்கிறான் போல. ஆனால் மற்ற ஆளை ரெக்கனைஸ் பண்ணிடுறாங்கன்னு நினைக்கிறேன். இவங்க 2 பேர் தவிர மற்ற எல்லாரும் சிரிக்கிறதுல பார்த்து அப்பப்போ சிரிக்கிறது, சிரிச்சுக்கிறது, இன்டைரக்டாக ஐம் ஹைட்ரா அந்த மாதிரி அவங்களுக்கு தெரிஞ்சிருக்கு போல. நீ ஏமா நீ கலக்கு சித்தப்பா அப்படின்னு விட்டுக்கிறாங்க. வந்து லாஸ்ட் 20 மினிட்ஸ் மாதிரி விட்டாங்க. அது வரைக்கும் வந்து எப்படியோ தான் போயிட்டு இருந்தது. மிஸ்டீரியஸாக இருந்துச்சு. ஆனால் ஹோல்ட் பண்ணிச்சு அந்த மிஸ்டீரியஸ். இவர் எப்படி எடுத்துகிட்டு போக போகிறாரு அப்படின்னு இருந்துச்சு. அதே மாதிரி எனக்கு இன்னொன்று ஒரே ஒரு அந்த கொலைங்கள்லாம் சாய் போல இதாக பண்ணியிருப்பாங்கன்னு நினச்சேன். ஒரே ஒரு லூஸ் எண்டு மட்டும் தான். அந்த பெயிண்டர் எப்படி ஃபியூச்சர் கண்டிச்சு பண்ணாருன்னு தான் எனக்கு தெரியல. அப்புறம் இந்த ஹோல்ஸ் வழியா யாரோ பார்த்தாங்க. அது வந்து என்னன்னா இவங்க வந்து இவர் டைப் பண்றாருல லெட்டர்ஸ்லாம் அவங்க பொண்ணுக்கும் ஒய்ஃப் டைப் பண்றாங்க. ஏன்னா அவங்க டைப் பண்ண இவங்க கீச்சி போட்டுனேங்கறாங்க. அது இதுவாச்சுன்னா சேவ் பண்ணி வைக்கிறாரு. சோ அதனால வந்து அந்த ஒரு இதை மட்டும் சேவ் பண்ணி வச்சுக்கிறாரு. ஓகே ஓகே, நல்லா இருந்துச்சு மூவி. சிஸ்டர் மாதிரி ஒருத்தவங்க வந்தாங்க. அவங்க வந்து ஏதோ சொல்றாங்க, திடீர்னு பயமுறுத்தி விடுறாங்க. விளக்கு படம் நல்லா இருந்துச்சு. சஸ்பென்ஸ்ஃபுல்லா இருந்துச்சு. ஷெர்லாக் ஹோம்ஸ் பிஜிஎம்ல வந்துச்சு. எனக்கு ஷட்டர் ஐலாண்ட் தான் ஞாபகம் வந்தது. ஏன்னா அப்படியே அதே தான் எக்ஸாக்டா. ஏன்னா பேஸ் லைன் வந்து ஷட்டர் ஐலாண்ட் தான். ஏன்னா அதுலயும் கடைசியில தான் ரிவீல் பண்ணுவாங்க இஸ் ஒன் ஆஃப் தி பேஷண்ட்ன்ற மாதிரி. இது கட்சியில தான் ரிவீல் பண்ணிருந்தாங்க இஸ் மென்டலி அன்ஸ்டேபிள். ஆனா இருக்கிறதுல அசிங்க வந்து டாக்டருக்கு தான் ரொம்ப. என்ன டாக்டர்
ஒரு அக்யூஸ்டை பார்த்தவனே கண்டுபிடியாது என்ன போலீஸு அந்த மாதிரி இது இவ்வளோ மெடல் கிட்டலாம் வாங்கி வச்சிருந்தாரு. இவ்வளோ ஹிப்னோடைஸ் ஆகி அதெல்லாம் கூட பஃபா நடிச்சிருக்காரு அங்க. இல்ல அதெல்லாம் இருக்கு அதுவும் இது வந்ததுன்னா அவன் அதெல்லாம் ட்ரெயின் ஆயிருக்கான்ல பாஃபா வீட்டில் பல வித்தைகள் நோக்கம் வரணும் அது இதெல்லாம் கற்றுன்னு இருக்காங்க. அந்த ரெஞ்சி பேனிக்கிறது அந்த எத்தனை சீனா சூப்பராக அது பார்த்துருக்கு உடம்புல தேய்க்குது. ஆனால் இதுக்கு தான் பண்ணுவாங்க போகுது அவ்வளோ ஒரு இதுலேயும் படாமல் ஸ்கின்லேயும் படாமல் அவ்வளோ வெத்தலையில தான் வச்சிருக்காங்க. அது ரொம்ப மெலிசா தான் அந்த அதை தாண்டி வந்து அது வந்து க்ளீனா கடைசியா பார்த்தா க்ளீனா கட்டாயி விடுது. ஆனா அந்த கட்டு பாடியில இல்ல ப்ரிசைஸா அந்த இலை மட்டும் தான் கட்டாயிடும். அதுக்கு இதுவே காமிச்சுதான் ப்ரோ அவர் எவ்வளோ நுண்ணியமாக இது பண்ணுறாரோ அதே மாதிரி தான் சாய் பல்லவி இருந்துச்சு. இவன் சாய் பல்லவி மொத்தம் நம்ம முடியை வந்து நுண்ணியமான விஷயம் கையில் வச்சுருந்தா இவருக்கு வந்து என்னன்னா இப்போ அந்த ஆட்டிசம் சொல்ற பத்தியா அவங்க வந்து இதுவாக தான் இருப்பாங்க சரியா, நம்மள மாதிரி இருக்க மாட்டாங்க. ஆனா அவங்க சர்டன் திங்ஸ்ல வந்து ஷார்ப்பா இருப்பாங்க. ஷார்ப்பா இந்த சென்ஸ் ஸ்பைடர் சென்ஸ் மாதிரி சின்ன சின்ன விஷயங்கள்லாம் அவங்களுக்கு இருக்கும். சில பேர்லாம் பார்த்தேன்னு வச்சுக்கேன் அவங்களுக்கு சொல்லி கொடுத்துட்டேன்னு வச்சுக்கேன் சில ஒரு விஷயத்த அது வந்து பெர்ஃபெக்டா ஆறு வரைக்கும் பண்ணி பார்த்துன்னே இருப்பாங்க. அத்தாட்டி பண்ணும்போது பெர்ஃபெக்டா பண்ணுவாங்க. அது வந்து அவங்களோட ட்ரையல்ஸ் அது வந்து அப்படி சொல்ல முடியாது. அவங்க சர்டன் ஆஸ்பெக்ட்ஸ்ல தான் அவங்களோட இது நார்மல் பீப்புள் கூட கம்பேர் பண்ணவும் கம்மியா இருக்கும். பட் மற்ற இதெல்லாம் பார்த்தா அதிகமா இருக்கும். சாய் பல்லவி தவிர்த்து இந்த ரோல் யார் பண்ணிருப்பாங்கன்னு யோசிச்சு பார்த்தா எனக்கு தெரியல. ஐஸ்வர்யா லட்சுமி பண்ணிருப்பாங்க இந்த ரோலுக்கு. ஏன்னா அவங்க வந்து ப்ரொஃபஷனல் டான்ஸரா. ஸோ இப்போ அந்த கலரி அதெல்லாம் இது பண்ணும்போது அவங்கள காட்டுறது அப்படியே பர்ஃபெக்டாக இருந்தது. பர்ஃபெக்டாக ஆமாம். மூவி குவாலிட்டியான மூவி, கிளாஸான மூவி. இந்த மூவி பர்ஃபார்ம் மூவி இப்போ போனால் அவர் இப்படி தான் இல்லை. அதான் நினச்சேன் அவரே ஒரு ரோல் சூஸ் பண்ணல கிறுக்கா தான் பண்ணுவேன் நினச்சேன். ஆனால் இவங்க ரெண்டு பேருமே அப்படிதான். சாய் பல்லவியும் அவங்க இந்த அளவுக்கு கிறுக்கா இருக்கணும். ஆனாமெண்ட் பண்ணிருக்குவா வாய்ப்புகள் அப்போ பண்ணிடுவாங்க. கும்பலாங்கி நைஸ் அப்போ இருந்துச்சு. ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு பர்ஃபார்ம் பார்க்கலாம். சரி வெற்றி சைனிங் ஆஃப். சப்ஸ்கிரைப்.